നിയമസഭയിൽ ഇന്ന് നടന്നത് സാധാരണ ഒരു രാഷ്ട്രീയ തർക്കമല്ല, മറിച്ച് ആരോപണ ശരങ്ങളുമായിട്ട് വന്ന പ്രതിപക്ഷത്തെ തങ്ങളുടെ വാക്ചാതുര്യം കൊണ്ട് ഭരണപക്ഷം തറപറ്റിച്ച കാഴ്ചയാണ് സഭ സാക്ഷ്യം വഹിച്ചത്. പ്രതിപക്ഷ ബെഞ്ചിൽ നിന്ന് AC മൊയ്തീൻ ഉന്നയിച്ച ആഞ്ഞടിക്കലുകൾക്ക് ഒട്ടും സമയം കളയാതെ മുഖ്യമന്ത്രി VD സതീശൻ നൽകിയ മാസ് മറുപടിയാണ് ഇപ്പോൾ വീണ്ടും തരംഗമാകുന്നത്. അതായത് സഹകരണ മേഖലയെ തകർക്കാൻ സർക്കാർ ശ്രമിക്കുന്നു എന്ന AC മൊയ്തീന്റെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള വസ്തുതകൾ നിരത്തിയാണ് മുഖ്യമന്ത്രി സഭയിൽ തിരിച്ചടി നൽകിയത്. കനത്ത പ്രഹരമായിരുന്നു അത് പ്രതിപക്ഷത്തിന് ഉണ്ടായത്. ആക്രമിച്ച് കയറാൻ നോക്കിയ പ്രതിപക്ഷത്തിന് ഒടുവിൽ സതീശന്റെ കടുത്ത പ്രത്യാക്രമണത്തിന് മുന്നിൽ മറുപടിയില്ലാതെ ഇരിക്കേണ്ടി വന്നു. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ് ഉൾപ്പെടെയുള്ള സഹകരണ മേഖലയിലെ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് AC മൊയ്തീൻ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിച്ചതോടെയാണ് സഭയിൽ നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. ED പോലുള്ള കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് രാഷ്ട്രീയ വേട്ടയാടൽ നടത്താനാണ് UDF ശ്രമിക്കുന്നത് എന്നും സഹകരണ പ്രസ്ഥാനങ്ങളെ തകർക്കാൻ അനുവദിക്കില്ല എന്നും മൊയ്തീൻ മാസ് ശൈലിയിൽ സഭയിൽ പ്രഖ്യാപിച്ചു. ഭരണപക്ഷത്തെ പൂർണ്ണമായിട്ടും പ്രതിരോധത്തിലാക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പ്രതിപക്ഷ നിരയിൽ നിന്നുള്ള ഈ ഒരു നീക്കം എന്ന് പറയുന്നത്. എന്നാൽ മൊയ്തീന്റെ ആരോപണങ്ങളുടെ മുനയൊടിക്കുന്ന രീതിയിൽ ഒട്ടും സമയം കളയാതെ മുഖ്യമന്ത്രി VD സതീശൻ വേദി ഏറ്റെടുത്തു. കേവലം ഒരു രാഷ്ട്രീയ പ്രസംഗം നടത്തുന്നതിന് പകരം സഹകരണ ബാങ്കുകളിൽ നടന്ന ക്രമക്കേടുകളുടെയും പാവപ്പെട്ട നിക്ഷേപകർക്ക് നഷ്ടപ്പെട്ട തുകയുടെയും കൃത്യമായിട്ടുള്ള കണക്കുകളായാണ് സതീശൻ സഭയിൽ ഒന്നൊന്നായിട്ട് വിളിച്ചു പറഞ്ഞത്. തട്ടിപ്പുകാരെ സംരക്ഷിക്കാൻ സഹകരണ മേഖലയുടെ പേര് പറഞ്ഞത് ആരും ഒളിച്ചോടേണ്ടതില്ല എന്ന സതീശന്റെ മറുപടി സഭയെ ഒന്നടങ്കം നിശബ്ദമാക്കി. നിങ്ങൾ സംസാരിക്കുന്നത് സഹകരണ മേഖലയെ സംരക്ഷിക്കുന്നതിനെ കുറിച്ചല്ല, മറിച്ച് തട്ടിപ്പ് നടത്തിയ സ്വന്തം ആളുകളെ സംരക്ഷിക്കുന്നതിനെ കുറിച്ചാണ് എന്ന് VD സതീശന്റെ ഒരു ഒറ്റ ലൈൻ ഡയലോഗ് പ്രതിപക്ഷ നിരയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. പാവപ്പെട്ട സാധാരണക്കാരുടെ പണം എങ്ങോട്ട് പോയി എന്ന ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള മറുപടി നൽകാതെ കേന്ദ്ര ഏജൻസികളുടെ പേര് പറഞ്ഞ് സഹതാപം പിടിച്ചു പറ്റാൻ നോക്കേണ്ട എന്ന സതീശന്റെ ശക്തമായിട്ടുള്ള നിലപാട് സഭയിൽ ഭരണപക്ഷത്തിന് വലിയ മേധാവിത്വം നൽകി. വലിയ രീതിയിൽ ആക്രമിച്ചു കയറാൻ നോക്കിയ AC മൊയ്തീന് സതീശന്റെ കണക്കുകൾക്ക് മുന്നിൽ കൃത്യമായിട്ടുള്ള ഒരു കൗണ്ടർ നൽകാൻ കഴിയാതെ ഉത്തരം മുട്ടിപ്പോയ കാഴ്ചയാണ് പിന്നീട് സഭയിൽ കണ്ടത്. ചോദിച്ച ചോദ്യത്തിന് കണക്കിന് കൊടുത്തു എന്ന രീതിയിലുള്ള ഒരു അസംബ്ലി ഫൈറ്റിന്റെ വീഡിയോ ക്ലിപ്പുകൾ ഇപ്പോൾ നമുക്ക് കാണാം. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു വാഗ്വാദം അല്ലെങ്കിൽ പ്രചാരണം ഒക്കെ ആയിട്ടാണ്, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഈ ഭരണപക്ഷത്തെ തറയിലിറക്കുക, നിലം പതിക്കുക എന്ന രീതിയിലേക്കുള്ള ഒരു കടന്നാക്രമണമായിരുന്നു. പക്ഷെ ആ കടന്നാക്രമണത്തിൽ കൃത്യമായിട്ടുള്ള മറുപടി നൽകിയിരിക്കുകയാണ് VD സതീശൻ. എന്തായാലും നമുക്ക് അത് കാണാം. 5 ലക്ഷത്തോളം അപേക്ഷകൾ പരിശോധന കഴിഞ്ഞിരിക്കുന്നുണ്ട് സാർ. 5 ലക്ഷത്തോളം അപേക്ഷകൾ പരിശോധിച്ച് ഈ പഞ്ചായത്തുകളുടെ നിലവിലുള്ള മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സാർ ഇത് പരിശോധിച്ചിട്ടുള്ളത്. അത് ഇപ്പോൾ തടഞ്ഞു വെക്കപ്പെട്ടിരിക്കുകയാണ് സാർ. ഇത് മുഖ്യമന്ത്രിയോട് പറഞ്ഞു. കഴിഞ്ഞ 22-ാം തീയതിയും അദ്ദേഹം ഇത് പറഞ്ഞു. 22-ാം തീയതി ശ്രീമതി OS അംബികയുടെ ചോദ്യത്തിന് മറുപടിയായി ഇപ്പോൾ പറഞ്ഞ മറുപടി അദ്ദേഹം പറയുകയുണ്ടായി. ഇത് പരിശോധിക്കണം. പരിശോധിക്കുന്നതിന് അദ്ദേഹത്തിന് അസാമാന്യമായ വേഗതയുള്ള ഒരാളല്ലേ സാർ. ധവളപത്രം പുറപ്പെടുവിപ്പിച്ചോ ഇത് പരിശോധിച്ചിട്ടുണ്ടാവുമല്ലോ. ഇതിൽ അന്യായം നടന്നിട്ടുണ്ടോ, മറ്റു കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള അവകാശമുണ്ടല്ലോ. അതിവേഗത്തിൽ ചില കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ഈ ഗവൺമെന്റിനും ഈ കാര്യത്തിൽ, പാവപ്പെട്ടവരുടെ കാര്യത്തിൽ മാത്രം എന്താണ് സാർ താമസം? ധനവകുപ്പ് ഒരു തീരുമാനവും എടുക്കാതെ ഇത് തടഞ്ഞു വെച്ചിരിക്കുക. 16 ലക്ഷം സ്ത്രീകളാണ് സാർ ഈ ക്രൂരത ഇപ്പോൾ കാണിച്ചിട്ടുള്ളത്. സാധാരണഗതിക്ക് UDFന്റെ ഒരു അഭിപ്രായം ഇങ്ങനെയാണോ? മുമ്പ് മറ്റ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ കാര്യത്തിൽ പ്രത്യുൽപാദനപരമല്ല എന്ന സമീപനം സ്വീകരിച്ച് നമുക്കറിയാം. ആ പെൻഷൻ 45 രൂപ തുടങ്ങി ഈ കേരളത്തിന്റെ ഭരണത്തിന്റെ ചരിത്രം പരിശോധിച്ച് അത് വർദ്ധിപ്പിച്ചതാരാണെന്നും അറിയില്ലേ സാർ? 100 രൂപയാണ് ഏറ്റവും അവസാനം ഉമ്മൻചാണ്ടി സർക്കാർ വർദ്ധിപ്പിച്ചത്. അതാണ് ഞങ്ങൾ ഈ സഭയിൽ ആ കാലത്തുണ്ടായിരുന്ന കുടിശ്ശികയെ കുറിച്ച് ഉന്നയിച്ചത്. ആ കുടിശ്ശികയുടെ കാര്യം പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി അതിനെക്കുറിച്ചൊരു വിശദീകരണം നടത്തുകയുണ്ടായി. വിശദീകരണം പറഞ്ഞത് നിങ്ങൾ കടം വാങ്ങിച്ചിട്ടാണ് കൊടുത്തത് എന്നാണ് സാർ. അവസാനിപ്പിക്കാണ് സാർ. വളരെ കുറച്ച് സമയമല്ലേ സാർ ഞാൻ എടുത്തോളൂ. വളരെ കുറച്ച് കൂടുതൽ ഈ വിഷയത്തിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള കാര്യമാണ് സാർ ഞാൻ പറയുന്നത്. ഈ വിഷയത്തിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ അതില് കടമെടുത്തു കൊടുത്ത് പറഞ്ഞു സാർ, ഞങ്ങൾ പരിധിക്കകത്ത്, കേന്ദ്ര ഗവൺമെന്റ് നിയമത്തിനപ്പുറത്ത് പരിധിക്കപ്പുറത്ത് കടമെടുക്കാൻ ഒരു സംസ്ഥാന സർക്കാരിന് കഴിയുമോ സാർ? അത് ഞങ്ങൾ കൊടുക്കേണ്ട ബാധ്യതയല്ലേ എന്ന് പറഞ്ഞു.
അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ കാലത്ത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ബാധ്യതകൾ കൊടുത്തു തീർക്കാൻ തുടർച്ച എന്നുള്ളൊരു ഗവൺമെന്റ് എന്നുള്ള നിലയ്ക്ക് ബാധ്യത ഈ ഭരണഘടനാപരമായില്ലേ സാർ? ആ കാര്യത്തിൽ മുഖ്യമന്ത്രി സ്വീകരിക്കുന്ന ഈ ഇരട്ടത്താപ്പ് നയം ശരിയല്ല. ഗവൺമെന്റ് ആ നിലപാട് ഈ കാര്യത്തിൽ ശരിയല്ല. ഈ പദ്ധതിയെ തകർക്കാൻ നിൽക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു ഇപ്പൊ 1000-ൽ പരം കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കേണ്ടായി. പക്ഷേ അതുമേൽ ഒരു തീരുമാനവും എടുത്തിട്ടില്ല. തീരുമാനമെടുക്കുമോ എന്ന് ഞങ്ങൾ ആലോചിക്കും എന്നൊക്കെയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഈ പദ്ധതിയുടെ അവസ്ഥയോടൊപ്പം തന്നെ സാർ, ഈ വിദ്യാർത്ഥിനികൾക്ക് നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചിരുന്ന പരീക്ഷകൾക്ക് എടുക്കുന്നതിന് കണക്ട് ടു വർക്ക് എന്ന പദ്ധതി അത് നടപ്പാക്കിയ സംസ്ഥാനമാണ്. അതിന്റെ ഭാവി എന്താവും സാർ? മറ്റെല്ലാ കാര്യങ്ങളിലും വിഷനുള്ള ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചവരല്ലേ? ഈ വിഷനിൽ ഈ പാവപ്പെട്ട കുട്ടികൾക്കുള്ള സഹായം പെടില്ലേ സാർ? ഇന്ന് ഈ പദ്ധതികളുടെ എന്താണ് അവസ്ഥ എന്നുള്ള കാര്യം ഗൗരവപൂർവ്വം നമ്മൾ പരിശോധിക്കണം. UDF നയത്തിന്റെ ഭാഗമായി 16 ലക്ഷത്തിലധികം വരുന്ന വീട്ടമ്മമാർക്ക് വന്നുപെട്ടിട്ടുള്ള ഈ ദുര്യോഗം അവസാനിപ്പിക്കാൻ എന്ത് സമീപനമാണ് സ്വീകരിക്കുക എന്നുള്ളതിന്റെ മറുപടി ഇപ്പോൾ വന്നു കഴിഞ്ഞു സാർ. എന്ന് പറഞ്ഞാൽ ഇതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല, പണം വെച്ചിട്ടുണ്ട്, പക്ഷെ എന്നാലും പരിശോധിക്കണം. അതിൽ അന്യായം നടന്നിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കാൻ സംവിധാനത്തിന് ഞങ്ങളെതിരല്ല സാർ. അതിൽ തെറ്റായ എന്തെങ്കിലും കാര്യം വന്നിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കുന്നതിന് പകരം ഈ പാവപ്പെട്ടവർക്ക് കിട്ടിയിരുന്ന എല്ലാ ആനുകൂല്യങ്ങളും നിർത്തണം. അങ്ങനെയാണെങ്കിൽ സാമൂഹ്യക്ഷേമ പെൻഷനിൽ ആക്ഷേപമില്ല സാർ. ആ പദ്ധതി ആകെ നിർത്തിവെച്ചിട്ടാണോ അതിനെക്കുറിച്ചുള്ള പരിശോധന നടക്കുക? സാധാരണഗതിയിൽ ആ പരിശോധന നടക്കേണ്ടത് ഇതിന്റെ തുടർ നടപടികളിലൂടെ ഏതെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ പരിശോധിക്കുക എന്നുള്ളതല്ലേ? അപ്പം മുഖ്യമന്ത്രിയുടെ ആ കാര്യത്തിലുള്ള സമീപനം വളരെ നിഷേധാത്മകമാണ് തുടക്കം മുതൽ. അതൊരു സർക്കാരിന്റെ നയമായിട്ട് ഈ സ്ത്രീകൾ കാണുകയാണ് സാർ. സ്ത്രീ സുരക്ഷാ പദ്ധതിയിലേക്ക് പുതിയ അപേക്ഷ നൽകി വരുന്ന കാര്യത്തിൽ ഈ പരിശോധനയുടെ ഭാഗമായി എന്നത്തേക്ക് തീരും സാർ ഈ പ്രശ്നം? പുതിയ അപേക്ഷകളല്ല, പഴയ അപേക്ഷകളല്ല കൊടുത്തിട്ടില്ല, പുതിയ അപേക്ഷകളും ഇപ്പൊ കൊടുത്ത് ഞങ്ങൾക്ക് ഈ സഹായം ഉണ്ടാകും എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണ്. അവരുടെ കാര്യത്തിൽ എന്താണ് സാർ ഇതിന്റെ സ്ഥിതി? ഈ കുടിശ്ശിക സാർ, ഒരു അധികാരത്തിൽ ഇരുന്നത് 120 മാസമാണ്, 10 വർഷം. 120ാമത്തെ മാസം പ്രഖ്യാപിച്ചൊരു പരിപാടിയാണ് സാർ. ഞങ്ങളുടെ പ്രകടന പത്രികയിലുണ്ട്, ഞങ്ങളുടെ പ്രകടന പത്രികയിലുണ്ടെന്ന് പറയുന്നത്. സാറെ, പ്രകടന പത്രികയിലുള്ള കാര്യം തുടങ്ങുമ്പോഴാണോ അവതരിപ്പിക്കുന്നത്, പോകുന്ന പോക്കിനാണോ അവതരിപ്പിക്കുന്നത്, നടപ്പാക്കുന്നത്? അല്ല, നിങ്ങൾ 2500 രൂപയുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കുന്നത് അത് പറഞ്ഞിട്ടാണ് വോട്ട് ചെയ്തി അധികാരത്തിൽ വന്നത്. എന്നിട്ട് 4.25 കൊല്ലക്കാലം 1 രൂപ കൂട്ടിക്കൊടുത്തില്ല. പഞ്ചായത്ത് ഇലക്ഷന്റെ തൊട്ട് മുമ്പ് ഒരു 400 രൂപ കൂട്ടി 2000 ആക്കി. പോണ പോക്കിന്. അങ്ങനെയാണോ പ്രകടന പത്രിക നടപ്പാക്കുന്നത്? ഞങ്ങൾ നോക്ക്, ഞങ്ങൾ പ്രകടന പത്രികയെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഒന്നും പറയില്ല. ഞങ്ങൾ ആദ്യത്തെ മാസത്തിൽ സ്ത്രീകളുടെ സൗജന്യ യാത്ര ഞങ്ങൾ നടപ്പിലാക്കി. ആദ്യത്തെ ക്യാബിനറ്റിൽ തീരുമാനിച്ച് 1 മാസത്തിനുള്ളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടപ്പാക്കി. ഞങ്ങള് ഇവിടെ സ്ത്രീകളോട്, ഇത് ശരിയല്ല, അത് നിങ്ങൾ ഇപ്പുറത്ത് 99 പേര് ഇരിക്കുന്ന സമയത്ത് ഞാൻ അപ്പുറത്ത് നിന്ന് ഞാൻ പറയാനുള്ളത് പറഞ്ഞിട്ടാണ് പോയിട്ടുള്ളത്, പ്രതിപക്ഷ നേതാവായിരിക്കും. ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നത് ഒറ്റയ്ക്കല്ല, 101 പേര് കൂടിയിട്ടാ. അപ്പൊ ഞാൻ ശരിക്കും പറയാനുള്ളത് പറഞ്ഞിട്ടേ പോവുള്ളൂ. ഒരു ബഹളം ഉണ്ടാക്കിയാലും ഞാൻ മാറില്ല. നിങ്ങൾ സ്ത്രീകളോട് സ്നേഹം. ഈ ആശാ വർക്കർമാര് ആ തെരുവില് സമരം ചെയ്തില്ലേ എത്ര മാസക്കാലം? നിങ്ങൾ തലമുണ്ടനം ചെയ്തില്ലേ സ്ത്രീകൾ? നിങ്ങൾ അവർക്ക് സഹായിച്ചില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ അവരെ കളിയാക്കി, പരിഹസിച്ചു, പാട്ടവർക്കികളെന്ന് പറഞ്ഞു, എന്തെല്ലാം മോശമായ വാക്കുകൾ ഉപയോഗിച്ചു. സാർ, ഞങ്ങൾ എന്താ ചെയ്തത്? ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ അവർക്ക് 3000 രൂപ ഞങ്ങൾ കൂട്ടിക്കൊടുത്തു. സാർ അത് മാത്രമല്ലല്ലോ, അംഗൻവാടി തൊഴിലാളികൾക്ക് സ്ത്രീകളാണല്ലോ, പാചക തൊഴിലാളികൾ, പ്രീ പ്രൈമറി അധ്യാപകർ എന്നുള്ളവർക്ക് എല്ലാവർക്കും ആദ്യത്തെ ക്യാബിനറ്റിൽ തുക വർദ്ധിപ്പിച്ച് നൽകി. മനസ്സിലായ? ഞങ്ങളാണ് സ്ത്രീപക്ഷം, നിങ്ങളല്ല, നിങ്ങളായിരുന്നില്ല. നിങ്ങൾ സ്ത്രീ വിരുദ്ധ പക്ഷ നിലപാടാണ് എടുത്തിരിക്കുന്നത്. അങ്ങ് ബഹുമാനപ്പെട്ട അംഗം ആ സ്ത്രീപക്ഷത്തെ കുറിച്ച് എന്നെ ഓർമ്മിപ്പിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ, അല്ലെങ്കിൽ ഇതിന് മറുപടി പറയേണ്ടതല്ല. സാർ പ്ലീസ്, അങ്ങ് ഞാൻ പറയട്ടെ, ഇരിക്കും സാർ. പിന്നെ നിങ്ങൾ പോകുന്ന പോക്കിൽ ഈ പെൻഷൻ കൊടുത്തതുപോലെ തന്നെ ഇപ്പൊ പറഞ്ഞു പേ കമ്മീഷൻ
നിങ്ങൾ പറഞ്ഞല്ലോ സാമ്പത്തികമായ ബാധ്യതകളെ കുറിച്ചാണല്ലോ പറഞ്ഞത്. വൈറ്റ് പേപ്പറിനെ കുറിച്ചൊക്കെ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു. സർ, പേ കമ്മീഷൻ എല്ലാ ഗവൺമെന്റും അതാത് സമയത്ത് നേരത്തെ പേ കമ്മീഷൻ പ്രഖ്യാപിച്ച് അവരുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ആ പേ കമ്മീഷന്റെ ശുപാർശകൾ ഇംപ്ലിമെന്റ് ചെയ്യും. നിങ്ങളല്ല വൈറ്റ് പേപ്പറിനെ കുറിച്ചാണ് പറഞ്ഞത്. വൈറ്റ് പേപ്പർ നിങ്ങൾ പോണ പോക്കിൽ നിങ്ങൾ പേ കമ്മീഷൻ പ്രഖ്യാപിച്ചു, അതിന്റെ കാലാവധി ഈ സർക്കാരിന്റെ കാലത്ത് തീരും. നിങ്ങൾ കൊടുത്തോ? നിങ്ങൾ എത്രയോ വർഷക്കാലം DAയും DR-ഉം നിങ്ങൾ തടഞ്ഞു വെച്ചു. ലീവ് സറണ്ടർ നിങ്ങൾ തടഞ്ഞു വെച്ചു. എന്നിട്ട് പോകുന്ന പോക്കിൽ അത് കൊടുക്കാൻ പ്രഖ്യാപിച്ചു. കൊടുക്കേണ്ടതെല്ലാം ഞങ്ങളാണ്. നിങ്ങൾ ചെയ്യാതിരുന്ന മുഴുവൻ കാര്യങ്ങളും ചെയ്യേണ്ടത് ഞങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ, പെൻഷൻ ഫണ്ട്, പെൻഷൻ നിങ്ങൾ കൊടുത്തു, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുത്തു. പക്ഷെ പെൻഷൻ ഫണ്ട് കടമെടുത്തിരിക്കുകയാണ്. എത്രയാ കടം? 17,000 കോടി രൂപ കടമെടുത്തിരിക്കുക. 16 മാസത്തെ പെൻഷനാണ്. നിങ്ങൾ കൊടുത്ത 16 മാസത്തെ പെൻഷന്റെ ബാധ്യത ഈ സർക്കാരിന്റെ തലയിലാണ്. ഞങ്ങളത് കൊടുത്തു തീർക്കണം. അങ്ങനെയല്ല. നിങ്ങൾ 2016 ഉമ്മൻചാണ്ടി പോയപ്പോൾ 3 മാസത്തെ പെൻഷന്റെ കുറവാണ് ഉണ്ടായിരുന്നത്. ഐസക്കിന്റെ വൈറ്റ് പേപ്പർ എന്റെ കയ്യിലുണ്ട്. സർ, ഈ പദ്ധതി ഇത് കൃത്യമായിട്ടല്ല നടപ്പാക്കിയിരിക്കുന്നത്. ഇത് ധൃതി പിടിച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത് തട്ടിക്കൂട്ടിയ ഒരു പദ്ധതിയാണ്. മാം, എനിക്ക് ഈ ആസ്ട്രോളജിയിലൊന്നും വിശ്വാസമില്ല മാം പറയുന്ന പോലെയൊക്കെ ഒന്നും. നമുക്ക് ഫെബ്രുവരിയിലെയും മാർച്ചിലെയും ഏപ്രിൽ മാസത്തെയും പെൻഷൻ നിങ്ങൾ കൊടുക്കുന്നത് ഏത്? കൊടുത്തു പോണ പോക്കിന്, മനസ്സിലായ? പിന്നെ പറയും ഏതോ സമിതി തെരഞ്ഞെടുത്തെന്ന്. ഞങ്ങളൊക്കെ MLA-മാരായിരുന്ന ആളുകളാ, ഒരു സമിതി ഉണ്ടായിരുന്നില്ല. തോന്നിയവർക്ക് നിങ്ങൾ കൊടുത്താ. ഞങ്ങളാരും പറഞ്ഞിട്ടില്ല, ഞങ്ങളൊക്കെ MLA-മാരായിരുന്നല്ലോ. ഞങ്ങളുടെ നിയോജക മണ്ഡലത്തിൽ ഏത് സമിതിയാണ്, ഏത് പഞ്ചായത്തിൽ ഏത് സമിതിയാണ് നിലവിലിരുന്നത്? ഒരു സമിതിയില്ല. അന്ന് വേണ്ടപ്പെട്ടവർക്കെല്ലാം നിങ്ങളുടെ ലോക്കൽ കമ്മിറ്റിയും നിങ്ങളുടെ ഏരിയ കമ്മിറ്റിയും കൂടി കൊടുത്താണിത്. അതൊന്നും വളരെ കൃത്യമായിട്ട് പറയാം, അതൊന്നും പരിശോധിക്കാതെ പ്രശോധിക്കുന്നില്ല. വളരെ വ്യക്തമായിട്ട് പറയാം. പരിശോധിച്ചിട്ട് അതിന്റെ തെറ്റുകളെല്ലാം ഉറപ്പാക്കിയിട്ടേ ഞങ്ങളത് ചെയ്യുള്ളൂ. മനസ്സിലായല്ലോ? നോക്കി അതിന്റെ തെറ്റുകളാണ് അത് ഒരു പഞ്ചായത്ത് സെക്രട്ടറിക്കും ഒരു കോർപ്പറേഷൻ സെക്രട്ടറിക്കും മുനിസിപ്പൽ സെക്രട്ടറിക്കും വരുന്ന ആപ്ലിക്കേഷൻ മുഴുവൻ എങ്ങനെ പരിശോധിക്കുന്നത്? ഏത് ഡാറ്റയുടെ ഏതായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്? ഒരു വിധത്തിലുള്ള നടപടിക്രമങ്ങളും നടത്താതെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് കേരളത്തെ സ്ത്രീകളെ പറ്റിക്കാൻ വേണ്ടി നടത്തിയാണ്. 120 മാസം ഭരിച്ചിട്ട് സ്ത്രീകളോട് സ്നേഹം വന്നത് അവസാന സമയത്ത് ആ ഇലക്ഷൻ വരുമ്പോൾ. അതെന്താ കാര്യം? ലോക്കൽ ബോഡി ഇലക്ഷനിൽ നല്ല കനത്ത തിരിച്ചടി കിട്ടി. അത് കഴിഞ്ഞപ്പോഴാണ് ഇത് കൊടുക്കാൻ തീരുമാനിച്ചത്. മനസ്സിലായല്ലോ? കൊടുക്കാൻ തീരുമാനിച്ചത് അപ്പോഴാണ് കൊടുത്തത്. മാർച്ച് 16-ാം തീയതി കൊടുത്ത കേസാണ്. അതുകൊണ്ട് ഇത് പരിശോധിച്ചിട്ട് മാത്രമേ കൊടുക്കുകയുള്ളൂ. ഒരു കാരണവശാലും ഇത് സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ഒരാവശ്യമില്ല.